മാസകലം കോവിഡ് മഹാമാരി പ്രത്യേകിച്ചും ഭാരതത്തിലെ വലിയൊരു ജനസംഖ്യയുള്ള നമ്മുടെ ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളും കോവിഡിന്റെ ഭീതിയിൽ കഴിയുന്ന കാലഘട്ടം, പ്രത്യേകിച്ചും ആളുകൾക്ക് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നതിനോ സ്വന്തമായ തൊഴിലിടങ്ങളിൽ തൊഴിൽ നേടുന്നതിനോ ഒന്നും സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ സഹായം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായമൊക്കെ ആവശ്യമായ കാലഘട്ടമായിരുന്നു. ഞാൻ മെമ്പറായ ഉടനെ തന്നെ ഈ കോവിഡ് എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് ചർച്ചയൊക്കെ വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ രോഗികളായ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്കൊരു വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ഒരു വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഒന്നുകിൽ ഓട്ടോറിക്ഷക്കാർ വരില്ല, അല്ലെങ്കിൽ വിളിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ അവർക്ക് പണമില്ല. അങ്ങനെ 2021 ഒരു ഫെബ്രുവരി മാസം മുതൽ ഒരു തുടർച്ചയായ 4-5 മാസക്കാലം നമ്മൾ ഒരു ആംബുലൻസ് സർവീസ്, ഒരു സമാന്തര ആംബുലൻസ് സർവീസ്, നമ്മുടെ ഒരു സഹൃദനായ ഒരു സുഹൃത്ത് ഒരു മാരുതി ഊന്നി നമുക്ക് സൗജന്യമായി വിട്ടു നൽകുകയും അത് നമ്മുടെ തന്നെ വാർഡിലെ ഏതാനും ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് PPE കിറ്റ് അണിഞ്ഞുകൊണ്ട് ആ എല്ലാ കോവിഡിന്റെ മുൻകരുതലും എടുത്തുകൊണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാര് രോഗികൾ, അത് എൻ്റെ വാർഡിൽ മാത്രമല്ല കൊഴുവന പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഏത് സമയത്ത് വിളിച്ചാലും, രാത്രി വിളിച്ചാലും പകല് വിളിച്ചാലും നേരം വെളുക്കുമ്പോൾ വിളിച്ചാലും ഏത് സമയത്തും 24/7 എന്നുള്ള നിലയിൽ അവർ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി നൂറുകണക്കിന് ആളുകളെ നമ്മൾ സൗജന്യമായി കോവിഡ് വന്ന് ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചു. കോവിഡ് ഭേദമായ ആളുകളെ തിരികെ കൊണ്ടുവരാനെത്തിക്കുന്നു. അവർക്ക് വേണ്ട ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്തു. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ കോവിഡിന്റെ സമയത്ത് ഒരു വാഹനത്തിന്റെ വ്യവസ്ഥയിലൂടെ ചെയ്തു. പിന്നീടാണ് അറിഞ്ഞത് ആളുകൾക്ക് മരുന്ന് വാങ്ങുന്നതിന് പണമില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് നിത്യോപയോഗ ജീവിതത്തിന് സാധനം വാങ്ങുന്നതിന് പണമില്ല. അത്തരത്തിൽ വന്നപ്പോഴാണ് സഹൃദയരായ ആളുകൾ അല്ലെ അഭ്യുദയകാംക്ഷികളായ ആളുകളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് വിദേശത്തുള്ള ആളുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ സ്വീകരിച്ച് നമ്മൾ ഒരു 2-3 തവണയായി ഈ നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി ഏകദേശം ഒരു 200-300 വീടുകളിലേക്ക് ഒരു 2 മാസം കൂടുമ്പോൾ അവർക്ക് ആവശ്യമായ ഈ വീട്ടിൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവർത്തനം. ഇങ്ങനെ കോവിഡിനെ നമ്മൾ അത്തരത്തിൽ ഒരു കൂട്ടായ പരിശ്രമത്തിൽ കൂടെ അതിജീവിക്കാൻ സാധിച്ചു. പിന്നെ ആ സമയത്ത് നടന്ന കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഈ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സ്തുത്യർഹമായി നടപ്പിലാക്കാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് ആ ഒരു ദുരിതത്തിലായിരുന്ന സമൂഹത്തെ ഒന്നടങ്കം നമുക്ക് കൈപിടിച്ചു വരുത്താൻ സാധിച്ചു. അതിലൊരു വലിയ രീതിയിൽ ആ ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെയേറെ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതിന് അവസരം തന്ന ആളുകളോടൊക്കെ എനിക്ക് വലിയ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് തുടർന്ന് കോവിഡിന്റെ ഭീതി മാറിക്കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അവരുടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് വഴിമാറുന്നു. അപ്പോൾ കോവിഡ് അനന്തര പ്രശ്നങ്ങൾ അവർക്ക് വരുന്നു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ശമ്പളത്തിലൊക്കെ കുറവുണ്ടായി. അങ്ങനെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലേക്ക് അവർ കിടക്കുമ്പോഴാണ് അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി, ആ സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ താരതമ്യേന നമ്മൾ സാധാരണ കാണുന്നത് സ്ത്രീകളാണ് കൂടുതലും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ വാർഡുകളിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വരുമാന നഷ്ടം സംഭവിച്ച ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ താൽക്കാലികമായ ഒരു കാര്യം ചെയ്യുക, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഒരു ചെറിയ തുക നമുക്ക് ലഭിക്കുന്നുണ്ടാവും. പിന്നീട് കോവിഡിന്റെ ഒക്കെ ബുദ്ധിമുട്ട് മാറുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ തൊഴിൽ മേഖലകളിലേക്ക് പോകാം. അങ്ങനെ പുരുഷന്മാരായ കുറച്ച് ആളുകളും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്നു ചേരുകയും ഒരു 6-7 മാസക്കാലം അവരുടെ പ്രവർത്തനം ഭംഗിയായി ചെയ്തു. അതിലൂടെ കിട്ടിയ ഗുണം എന്തെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ ആളുകളുടെ പ്രവർത്തനം ഉണ്ടാകുന്നു. അതിലൂടെ ആ നാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ഒരു വിജയവും വികാസവും ഉണ്ടാകും. കാരണം തൊഴിലുറപ്പ് ആളുകൾ കൂടുതലായി ചെയ്യുന്നത് കൃഷിത്തോട്ടങ്ങൾ നവീകരിക്കുന്ന പ്രവർത്തനം, അവിടെ മഴക്കുഴി എടുക്കുന്നു, അവിടെ കയ്യാലയുടെ നിർമ്മാണം നടക്കുന്നു. അത്തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചെറുകിട നാമമാത്ര കർഷകരുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആ കൃഷിയിടങ്ങൾ പുനരുദ്ധരിക്കുന്നതിലൂടെ അവർക്ക് കൃഷി മേഖലയിൽ ഒരു വികാസം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിലും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് അർഹമായ വേതനത്തോടൊപ്പം ഈ നാട്ടിലെ കാർഷിക മേഖലയെ സമ്പൽ സമൃദ്ധമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ യോഗ്യമാണ് എന്നത് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എടുക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായത് ഒരു പണം മുഴുവൻ പൂർണ്ണമായും ഒരു വഴിക്ക് വെച്ചതിൻ്റെ പൂർത്തി നമ്മൾ എടുക്കും. നമ്മൾ ഇരുട്ടുകൾ ഓട്ടയടയ്ക്കുന്ന ഒരു ശീലം ഞാൻ ഇന്ന് വരെ ചെയ്യാറില്ല.
അത് ഞാൻ കൃത്യമായി എപ്പോഴും പറയുന്നൊരു സംഗതിയാണ്. ഒരു വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ വൈകിയേക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാരണം ഫണ്ടിൻ്റെ ചില അപര്യാപ്തതകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീടിന് മുമ്പിലൂടെയുള്ള വഴിക്ക് ചിലപ്പോൾ ഒരു വർഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വൈകിയേക്കാം. പക്ഷേ നടത്തുമ്പോൾ പരിപൂർണമായും ആ വഴി പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കി നടത്താൻ സാധിക്കും. അങ്ങനെ കുട്ടനാട് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ എല്ലാ വഴികളും പൂർണ്ണമായിട്ടും സഞ്ചാരയോഗ്യമാണ്. ഇനി അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും പൂർത്തിയായതാണ്. ചില പ്രവർത്തനങ്ങൾ മാത്രം നടക്കാനുണ്ട്, അത് മഴ കാരണം മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. അതും ഈ ഒരു 2 മാസം കൊണ്ട് പൂർണ്ണമായും നടക്കുന്നതാണ്. അങ്ങനെ എല്ലാ വഴികളും സഞ്ചാരയോഗ്യമാണ്. അതേപോലെ തന്നെയാണ് വഴിവിളക്കിൻ്റെ കാര്യങ്ങൾ. കാരണം നമ്മുടെ എല്ലാം റബ്ബർ തോട്ടങ്ങളാണ്, അവിടെ എല്ലാം രാത്രി സഞ്ചാരത്തിന് പരിമിതമായ ബുദ്ധിമുട്ടുകളുണ്ട്, വെളിച്ചത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവയെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും വഴിവിളക്കുകളുണ്ട്. എല്ലാ റോഡുകളിലും വഴിവിളക്കുകളുണ്ട്. അതിന് KSEBയുടെ ഒരു പ്രത്യേക അനുമതിയോട് ലൈനൊക്കെ വലിച്ച് എല്ലാ സ്ഥലത്തും പ്രകാശപൂരിതമാണ്. അതിലുപരിയായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ലഭിക്കുന്ന മിനി മാസ്റ്റ് ലൈറ്റുകൾ എൻ്റെ വാർഡിൽ കൂടുതലായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ കോളനി പ്രദേശങ്ങളിലും കവല പ്രദേശങ്ങളിലും ഒക്കെ യാതൊരു തരത്തിലുള്ള ഇരുട്ടും ബാധിക്കാതെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. വെയിറ്റിംഗ് ഷെഡുകളുടെ നവീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവോപരി കഴിഞ്ഞ 5 വർഷക്കാലം എന്നെ ഒരു ദൗത്യമേൽപ്പിച്ച ആളുകളോട് ഞാൻ പരിപൂർണമായും എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരുടെ സാമൂഹിക പശ്ചാത്തലം വികസിപ്പിക്കും. ഇനിയും അത്തരം സ്നേഹപ്രകടനങ്ങൾ എനിക്ക് തുടർന്നും ലഭിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നങ്ങോട്ടും ഇനിയുള്ള മുഴുവൻ വർഷങ്ങളിലും എല്ലാ തരത്തിലും മാറി വരുന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ആ ഇടപെടലുകൾക്ക് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ആളുകൾ വിധേയരാക്കണമെന്നും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. 1990കളിൽ ഞാൻ സംഘത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. 10-15 വയസ്സുള്ള കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് പാലാ സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ABVP പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദീർഘകാലം എൻ്റെ വിദ്യാഭ്യാസ പൂർത്തീകരണത്തിന് ശേഷം ഒരു നാടിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനത്തിൽ എൻ്റെ സംഘടനയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലാ മണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ എന്ന പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട്.